ശരത് ഓങ്ങല്ലൂർ കൂടിയുണ്ട്. ശരത്, സാധാരണഗതിയിൽ നഗരത്തിൽ മന്ദഗതിയിലാണ് രാവിലെ ഒരു തുടക്കമൊക്കെ. പക്ഷേ ഇന്നത്തെ ഒരു രീതി കണ്ടിട്ട് അങ്ങനെയല്ല. 80% നഗരവാസികൾ ഉള്ള മണ്ഡലമാണ്. 77% വരെ പോളിംഗ് പാലക്കാട് മണ്ഡലത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അത് 73%. ഒരു ട്രെൻഡൊക്കെ പറയാറായിട്ടുണ്ടോ? അവിടെ ഇപ്പോൾ ഏത് പഞ്ചായത്തിലാണ് ശരത് ഉള്ളത്? നിലവിലെ കണ്ണാടി പഞ്ചായത്തിലെ ABUP സ്കൂളിലാണ് നിലവിൽ ഞാനുള്ളത്. ഇവിടെ 4 ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ബൂത്ത് നമ്പർ 168, 169, 170, 172 ബൂത്തുകളാണ് ABUP സ്കൂളിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അതിൽ 168-ാം ബൂത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രാവിലെ 7 മണിക്ക് പോളിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ നമ്മൾ പുറകിൽ കാണുന്ന രീതിയിലുള്ള അത്രയും വോട്ടർമാർ ഈ നിര എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ പോളിംഗ് നടക്കുന്നുണ്ട്. മറ്റ് അനിഷ്ട പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രവൃത്തി ദിവസമാണ്. സ്വാഭാവികമായിട്ടും രാവിലെ തന്നെ വന്ന് വോട്ടർമാരെ വോട്ട് ചെയ്ത് അവരുടെ ജോലിക്ക് പോവുക എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ബൂത്തുകളിലുമുള്ള തിരക്ക് ഈ കണ്ണാടി പഞ്ചായത്തിലെ ഈ 168-ാം നമ്പർ ബൂത്തിലുമുണ്ട്. നിലവിലിവിടെ 954 വോട്ടർമാരാണുള്ളത്. ഇതിൽ 954 വോട്ടർമാരാണ്. രാവിലെ 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ കൃത്യമായ ആളുകൾ എത്തുന്നുണ്ട്. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പോളിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിലുള്ള വരി ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് തന്നെ. അതെ ശരത്, ഇന്നോളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്കൊക്കെ വിലയിരുത്താവുന്ന ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടക്കം മുതൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിഷയങ്ങൾ മാറി മാറി വന്ന പ്രചാരണ ഘട്ടമായിരുന്നു. വ്യാജ വോട്ട്, ഇരട്ട വോട്ട് ആരോപണങ്ങളൊക്കെ നിലനിന്നിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും കോടതി കയറുമെന്ന നിലപാടൊക്കെ LDF-നും UDF-ഉം ഒക്കെ അവർ പറഞ്ഞു കഴിയുകയും ചെയ്തു. ബൂത്തിലെത്തുന്ന അത്തരം വോട്ടുകൾ ചലഞ്ച് ചെയ്യും എന്നുകൂടി മുന്നണികളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്തവണ അത് മറികടക്കാനുള്ള എന്തൊക്കെ സജ്ജീകരണം പോളിംഗ് ബൂത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ 1 മാസത്തോളം നീണ്ട കാടടച്ച പ്രചാരണത്തിന് ശേഷമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പോളിംഗ് ബൂത്തുകളിൽ അതിൻ്റെ ആവേശം കൃത്യമായി പ്രകടമാണ്. അതിരാവിലെ തന്നെ വോട്ടർമാർ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇവിടെ കണ്ണാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതികളൊന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിൽ പരാതികൾ ഏതെങ്കിലും ഉന്നയിക്കുന്ന പക്ഷം അത് കൃത്യമായിട്ട് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ജില്ലാ ഭരണകൂടവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരം പരാതികൾ ഉയരുകയാണെങ്കിൽ അത് ചലഞ്ച് വോട്ടായി മാറും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരത്തിൽ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള കോടതി വ്യവഹാരങ്ങളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ കണ്ണാടി പഞ്ചായത്തിലെ ഈ 168-ാം ബൂത്തിലേക്ക് ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശാരീരികമായിട്ട് അവശത നേരിടുന്ന ഒരു വ്യക്തിയെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും പോളിംഗ് സ്റ്റേഷനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. കൃത്യമായി ആളുകൾ എത്തുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കണ്ട ആവേശം എല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ പോളിംഗിലും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ. അതെ ശരത്, മണ്ഡലത്തിൽ 3 ഇടങ്ങളിലായി ആകെ 7 വോട്ടെടുപ്പ് കേന്ദ്രങ്ങളെ പ്രശ്നബാധിത മേഖലകളായി, പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേക സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത്തരത്തിലെ പ്രശ്നബാധിത മേഖലകളിൽ കേന്ദ്രസേന ഉൾപ്പെടെയുള്ളവരുടെ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ പോലീസ് നടപടികൾ ക്രമീകരിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന വോട്ടർമാരെല്ലാവരും തന്നെ വളരെ കൃത്യമായ രീതിയിൽ സഹകരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. മറ്റു രീതിയിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ വോട്ടെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറിൽ മണ്ഡലത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കണ്ണാടിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവരും വളരെ വ്യക്തമായ രീതിയിൽ വളരെ സമാധാനപരമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അതെ, 35 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ ഇന്ന് പാലക്കാട് വിധി എഴുതുന്നു. എല്ലാ 3 പഞ്ചായത്തുകൾ, ഒരു നഗരസഭാ പരിധിയിലുള്ള ബൂത്തുകളിലെല്ലാം വലിയ തിരക്ക് തന്നെയാണ്. രാവിലെ തന്നെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ഇപ്പോൾ 9:15 പിന്നിടുമ്പോൾ, അതായത് 2.25 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ തിരക്ക് എല്ലാ പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെടുന്നു എന്നാണ് അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടേഴ്സ് നൽകുന്ന വിവരം.